ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. ദ്വാരപാലക ശില്പം കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ റിമാൻഡിൽ തുടരുന്നതിനാൽ ജയിൽ മോചിതനാകില്ല. 90 ദിവസമായിട്ടും കുറ്റപത്രം SIT സമർപ്പിച്ചിട്ടില്ല. ലിജോ റോളൻസ് ചേരുന്നു. ലിജോ, ഒരു കേസിൽ ജാമ്യം അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലാണ് ഇപ്പോൾ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതായത് റിമാൻഡിലായി 90 ദിവസം പിന്നിട്ടെന്ന് കാണിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യ ഹർജി പരിഗണിച്ചുകൊണ്ട് വിശദമായി വാദങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചു എന്നുള്ളൊരു കാര്യം തുറന്ന കോടതിയിൽ തന്നെ കോടതി പ്രസ്താവിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് അതിന്റെ വിശദവിവരങ്ങൾ എന്നുള്ളതെല്ലാം ഇനി വ്യക്തമായി വരേണ്ടിയിരിക്കുന്നതാണ്. എന്തായാലും ജാമ്യം അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ നടക്കുന്ന സമയത്ത് കർശന ഉപാധികൾ വയ്ക്കണം എന്നുള്ള ഒരു കാര്യമായിരുന്നു പ്രത്യേക അന്വേഷണ സംഘം കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഒരു തിരിച്ചടി കൂടിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങില്ല എന്നുള്ളൊരു വാദം ഉന്നയിക്കാമെന്നുള്ളത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കും. ഇതിലെ മുഖ്യപ്രതി, ഇതിലെ സൂത്രധാരൻ എന്നെല്ലാം SIT പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് റിമാൻഡിലായി 90 ദിവസം കഴിഞ്ഞിട്ടും പോറ്റി അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രമോ അല്ലെങ്കിൽ പ്രാഥമിക കുറ്റപത്രമോ സമർപ്പിക്കാനായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടിയാവുകയും ഈ ജാമ്യം നൽകുന്ന ഒരു നടപടിയിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 17 ദ്വാരപാലക ശില്പങ്ങളുടെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിന് പിന്നാലെ നവംബർ 3 അടുത്ത കേസിലെ അറസ്റ്റ് വരുന്നത്. എന്തായാലും സാങ്കേതികമായി ഇപ്പോൾ പുറത്തിറങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും പോറ്റിക്ക് ഇപ്പോൾ ആദ്യ ജാമ്യമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള കേസിലെ ആദ്യ ജാമ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതി അനുവദിച്ച് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് ഉപാധികളായി മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഇവയൊക്കെയായിരുന്നു. ഒന്ന്, പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകരുത്. എല്ലാ ആഴ്ചയിലും 2 ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് പ്രത്യേക അന്വേഷണ സംഘ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തി ഒപ്പിടണം തുടങ്ങിയ കർശന ഉപാധികളോടെ ആയിരിക്കും ഒരുപക്ഷെ ജാമ്യം അനുവദിക്കുക എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ധന്യ.